സാറേ, ഞങ്ങളുടെ പ്രിയങ്കരനായ അതിഥിയെ നിങ്ങൾ കൊന്നു. അതിനുള്ള ശിക്ഷ, കഠിനമായ ശിക്ഷയ്ക്കുള്ള വഴി പാകുകയും ചെയ്തു. അയത്തുള്ള ഖൊമൈനി പറഞ്ഞിരിക്കുകയാണ്, ഹമാസ് നേതാവിനെ, അദ്ദേഹത്തിനെ കൊന്നതിന്, ഇസ്മായിൽ ഹനിയെ കൊന്നതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും. ജംകാരൻ പള്ളിയിൽ ചുവപ്പ് കൊടി, അത് പ്രതികാരത്തിൻ്റെ കൊടിയാണ്. ഇറാൻ തിരിച്ചടിക്കുമോ? തിരിച്ചടിക്കുകയോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ തിരിച്ചടിക്കാം, തിരിച്ചടിക്കാതിരിക്കും. തിരിച്ചടിച്ചാൽ നാളത്തെ പോലെ ആയിരിക്കും. ഒരു 10-100 മിസൈൽ ഇസ്രായേലിനെ കഴിച്ചില്ലായിരുന്നു. 4 മണിക്കൂർ അവിടെ എത്തി, ആളില്ലാത്ത സ്ഥലത്തൊക്കെ പൊട്ടിത്തെറിച്ചു. വളരെ പതുക്കെയാണ് പോയത്. പിന്നെ അവന്മാരാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഏറ്റവും ജനനിബിഡമായ പ്രദേശത്ത് സ്ട്രൈക്ക് നടത്തി. ക്ലിനിക്കൽ പൊസിഷനോടുകൂടി ആളുകളെ കൊല്ലണ്ടെന്നുള്ളതുകൊണ്ട് അവന്മാർ കൊന്നില്ല. അത് കണ്ട് പേടിച്ച് പിന്നെ അറ്റാക്ക് നടത്തിയില്ല. അന്ന് അതിൻ്റെ ആദ്യ അറ്റാക്ക് നടത്തിയപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ നിർത്തി, നിങ്ങൾ തുടങ്ങി വെച്ചു, ഞങ്ങൾ പ്രതികാരം ചെയ്ത് നിർത്തി, ഇനി നിങ്ങളടിച്ചാൽ തിരിച്ചടിക്കും. ഇതുവരെ തിരിച്ചടിച്ചില്ല, ഇനി വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇവന്മാർ അടിക്കില്ല നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ അടിക്കണമെന്നുള്ള അഭിപ്രായക്കാരുണ്ടാവും, നെജാദിനൊക്കെ പോലുള്ള അടിക്കേണ്ടെന്നുള്ള അഭിപ്രായക്കാരുണ്ടാവും, ബോധം വീരമുള്ള ആളുകൾ അടിക്കേണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇവന്മാർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്നത്തെ രൂപത്തിൽ ഇസ്രായേൽ അവിടെ ഇറാൻ ഉണ്ടാവില്ല. കാര്യം നോക്കണം. കാരണം ഇവന്മാർ ഇസ്രായേൽ ഇല്ലാതാക്കാൻ നോക്കാത്തത് എന്ന് വെച്ചാൽ നേരിട്ട് അറ്റാക്ക് ചെയ്യാത്തത്, ഇവന്മാർ പാവങ്ങൾ അവിടെ ജീവിച്ച് വയ്ക്കോട്ടെ, കഞ്ഞി പിടിച്ചോടെ വിചാരിച്ചിട്ടല്ല. അറബ് രാജ്യങ്ങളായ ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങളെല്ലാം അവർ ഏകപക്ഷീയമായി ജയിച്ചു. ചെറിയ ചെറിയ യുദ്ധങ്ങൾ അതിലും ജയിച്ചു. ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ഇവർ ഇറാഖിനോട് യുദ്ധം ചെയ്ത് തോറ്റ ടീംസാണ്. അപ്പം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. അതായത് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ അതിഥിയായിട്ട് വന്ന ആളാണ്, രാജ്യത്തിൻ്റെ അതിഥിയായിട്ടാണ് ഇദ്ദേഹം വന്നത്, ഇസ്മായിൽ ഹനിയെ വന്നത്. ആ അതിഥിയെയാണ് അവരുടെ രാജ്യത്ത് വെച്ച് അവരുടെ വീട്ടിൽ കയറി ഇസ്രായേൽ വധിച്ചത്. അത് ഞങ്ങൾ പൊറുക്കില്ല. പൊറുക്കണ്ട, അവിടെ പൊറുക്കില്ലെന്ന് ഇരിക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ പുറത്ത് ഇസ്രായേലിനെ ഇവർ ആക്രമിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആക്രമിക്കുക, അതൊക്കെ ഓരോരുത്തരെ മനസ്ഥിതി പോലെ ഇരിക്കും. ഏതാണ് അവർക്ക് ലാഭകരം എന്ന് നോക്കി അവർ ആക്രമിക്കാതിരിക്കുക ചെയ്യും. അവിടെ നെജാദിനെ പോലെയുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ ആക്രമിക്കണം എന്നുള്ള അഭിപ്രായക്കാരായിരിക്കും, ഇസ്ലാമിസ്റ്റുകളാണ്. എന്നാൽ മുഹമ്മദ് ഖാത്തമിയൊക്കെ പോലുള്ള ആളുകൾ ഓപ്പണായിട്ട് അത്തരം അറ്റാക്കിനെ അവർ സ്വാഗതം ചെയ്യാൻ സാധ്യതയില്ല. രണ്ടുപേരും മുൻ പ്രസിഡൻ്റാണ്. ഖത്തമി ഒരു റിഫോമിസ്റ്റാണ്, ഇങ്ങനെ ഒരു ഭയങ്കര കൺസർവേറ്റീവാണ് നെജാദ്. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നതെന്ന് വെച്ചാൽ ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇവരുടെ ആഗ്രഹമാണ്. ഇവരെല്ലാം ഇസ്രായേൽ പാവങ്ങൾ കഞ്ഞി പിടിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അറ്റാക്ക് ചെയ്യാതിരിക്കുന്നൊന്നല്ല. ഇവർ അറ്റാക്ക് ചെയ്താണല്ലോ, മുമ്പ് അറ്റാക്ക് ചെയ്ത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അറ്റാക്ക് ചെയ്തപ്പോൾ കുറച്ച് മിസൈൽ അയച്ചു, അത് എവിടെയൊക്കെയോ ആളില്ലാത്ത സ്ഥലത്ത് വീണ് പൊട്ടി, കുറേ സമയമെടുത്ത്. ഇസ്രായേലുകാർ ക്ലിനിക്കൽ പൊസിഷനോടുകൂടി മിസൈൽ അയച്ചു. ആളുകളെ കൊല്ലാൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പം ആളപായമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ അന്ന് ഇറാൻ പറഞ്ഞത്, അതിന് ആദ്യം മിസൈൽ അയച്ചാൽ പറഞ്ഞത്, ഇസ്രായേൽ തുടങ്ങി വെച്ചു, ഞങ്ങൾ തിരിച്ചടിച്ചു, ഇനിയില്ല, ഇനിയും കൂടെ അടിച്ചാലേ ഉള്ളൂ. പിന്നെ ഇസ്രായേൽ പിന്നെയും തിരിച്ചടിച്ചു, ഇന്നത് അടിക്കാത്തത്. അപ്പോൾ അവർക്കറിയാം അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന്. കാരണം ഇവരെല്ലാം തന്നെ ഇസ്രായേലിനോട് ഈ അറബ് രാജ്യങ്ങൾ, ഇത് അറബ് രാജ്യമല്ല ഇറാൻ, അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തതാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ അറബ് രാജ്യമായി ഇറാഖിനോട് യുദ്ധം ചെയ്തിട്ട് ഇറാൻ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? മാത്രമല്ല അവർ ടെക്നോളജിയൊക്കെ വളരെ ഔട്ട്ഡേറ്റഡാണ്. പണ്ട് ഷായുടെ കാലത്ത് അമേരിക്ക കൊടുത്ത ടെക്നോളജി അവരുടെ കയ്യിലുള്ളൂ. അതിനിടയ്ക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സോഫ വിജയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയ്ക്ക് ഇസ്രായേൽ അവരുടെ ന്യൂക്ലിയർ റിയാക്ടറൊക്കെ ബോംബ് വെച്ച് തകർത്തിരുന്നു. ഇവരെന്ത് ചെയ്തു? അപ്പം ഇസ്രായേലാണ് ബേസിക്കലി ഈ ലോകം ഭരിക്കുന്ന ഒരു ശക്തിയാണ് ഇസ്രായേൽ. ഈ ലോകം വില്ലനായി കിടന്ന ഒരു ശക്തിയാണ് ഇറാൻ. അപ്പോൾ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ രൂപത്തിൽ ഇറാൻ അവിടെ ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. കാരണം ഒന്നെങ്കിൽ ഇറാനെ പൂർണ്ണമായിട്ടും കീഴടക്കിയിട്ട് ഒരു പാപ ഭരണകൂടം സ്ഥാപിക്കും, അല്ലെങ്കിൽ ഇറാഖിനെ പോലെ നിർവീര്യമാക്കി കളയും. ഇറാഖിന് ആയുധങ്ങളൊക്കെ ശേഖരിക്കുന്നതിനൊക്കെ വലിയ വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ഉള്ളതുപോലും അവർക്ക് നഷ്ടപ്പെടും. ഇറാന് മുന്നിൽ ഒറ്റ വഴിയേ ലോകത്തിന് മുന്നേ ഉള്ളൂ. അത് നമ്മളിപ്പം നാളെ ഇറാനെ പടച്ചോൻ വന്ന് രക്ഷിക്കും എന്നുള്ള ആ വിശ്വാസമൊക്കെ നമ്മൾ മാറ്റിയത്. അത് സംഭവിക്കാം, അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അത് ഞാൻ അതിലും പറയുന്നത്, അത് സംഭവിക്കാം, അങ്ങനെ ഇല്ലാതിരിക്കാം. അതായിട്ട് ഇറത്തി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഭൗതികമായിട്ട് ഈ പടിഞ്ഞാറൻ ശക്തിയോട് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇറാനില്ല. ഈ ഉപരോധങ്ങളൊക്കെ ഇറാനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തളർന്നില്ല എന്നൊക്കെ മേനി പറയാമെങ്കിലും അവരുടെ കയ്യിലുള്ള ആംസ് ആൻഡ് അമ്യുനേഷൻ ഒക്കെ ഔട്ട്ഡേറ്റഡാണ്. അതിൻ്റെ എത്രയോ ജനറേഷൻ ഹണ്ടാണ് ഇസ്രായേൽ പോലുള്ള അവരുടെ പ്രധാന ശത്രുവിൻ്റെ ആംസ് ആൻഡ് അമ്യുനേഷൻ. ആ തൊട്ടടുത്തുള്ള സൗദി അറേബ്യ പോലെയുള്ള സുന്നി രാജ്യങ്ങൾക്ക് ഇവർ നശിച്ച് കാണുന്നതാണ് ഉള്ളിലാഗ്രഹം.
ഇപ്പോൾ അവർ ചൈനയുടെ ആഭിമുഖ്യത്തിൽ പരസ്പരം ചർച്ചകളൊക്കെ നടത്തി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ റൈവൽറി ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പം ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇറാൻ തോറ്റാൻ പോകുന്നത് മാത്രമല്ല, അവിടെ അവർ ഇസ്ലാമിക് റവല്യൂഷൻ വഴി ഉണ്ടാക്കി വെച്ച ഭരണകൂടം ഇല്ലാതാവുകയും ചെയ്യും. അതാണ് വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇറാൻ ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലല്ലേ. കാരണം അവർക്ക് തന്നെ അവരുടെ രാജ്യത്ത് കയറി ഒരാളെ, അത് ഇറാന് കൂടെ ഉള്ള ഒരു സൂചനയും കൂടെയാണ് ഇസ്രായേൽ കൊടുക്കുന്നത്. ഞങ്ങളെ തൊട്ടാൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സൂചനയും കൂടെയാണല്ലേ കൊടുക്കുന്നത് ഇസ്രായേൽ കൊടുത്തത്. ഇദ്ദേഹത്തെ കൊല്ലുന്നു, അതോടൊപ്പം നിങ്ങൾക്കും കൂടെ ഉള്ള സൂചനയാണ്, നിങ്ങൾ ഇനി ഞങ്ങളെ അറ്റാക്ക് ചെയ്താൽ വെച്ചേക്കില്ല എന്നുള്ളൊരു സൂചനയും കൂടെ അതിനകത്ത് ഇല്ലേ? അല്ല, ആ സൂചന നിരന്തരം ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ചോദ്യം എല്ലാം തന്നെ. അല്ല, ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഇവർക്ക് ഈ പലസ്തീൻ വിഷയത്തിൽ ഇവർക്ക് എന്ത് സ്റ്റേക്കാണ് പലസ്തീൻ വിഷയത്തിലുള്ളത്? പലസ്തീൻ അങ്ങ് കിടക്കുന്ന ഇവർക്ക് എന്ത് സ്റ്റേക്കുള്ളത്? ഇസ്ലാം എന്നുള്ളത്. ഇവരെ ഇസ്ലാമായിട്ട് മറ്റെല്ലാം കണ്ട് ഇവരെ ഇസ്ലാമായിട്ട് സുന്നി രാജ്യങ്ങൾ കരുതുന്നില്ലല്ലോ. ഇറാനെ സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞ ആ സർപ്പത്തിന്റെ തല അടിച്ചു പൊളിക്കണമെന്നല്ലേ? ഇവര് ഷിയാക്കൾ ഒരു സുന്നികളുമാണ്. ഇത്ര കാലമായിട്ട് നടക്കുന്ന യുദ്ധം. ഇതിനുമ്പേ മക്കയിലെ കഅബ വിശുദ്ധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് ആക്രമിച്ചത് 78 മറ്റേ ഇവരാണ്, ഈ ഇറാനിയൻസാണ്. അങ്ങനെ അത്രയും വലിയ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുള്ളതാണ്. ഇവരെ മുസ്ലിങ്ങൾ അത് ഷിയാക്കൾ അംഗീകരിച്ചിട്ടില്ല, സുന്നികൾ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല ഇവർ നശിക്കുകയാണ്. കേരളത്തിലുള്ള സുന്നികൾ പോലും നല്ലൊരു വിമാനം നശിക്കാന്ന് വിചാരിക്കുന്ന ആളുകളാണ് സത്യത്തിൽ. അപ്പോൾ ഇവരെന്തിനാണ് ഈ ആവശ്യമില്ല? ഇവർക്ക് അവരുടെ കാര്യം നോക്കി അവിടെ വന്നാൽ പോരെ. ഇവർ ഇസ്ലാമിൻ്റെ വലിയ ചാമ്പ്യന്മാരാകാൻ വേണ്ടി അവരുടെ അംഗീകരിക്കല്ലേ. ചില രാഷ്ട്രീയ നിരീക്ഷകർ, ഇടത് നിരീക്ഷകരൊക്കെ വന്നിട്ട് പാർട്ടിക്കാർ ഇയാളാരെന്ന് പാർട്ടിക്കാർ പോയി. അതേ അവസ്ഥയാണ് ഈ പറയുന്ന ഇവരുടെ ഇറാൻ്റെ അവസ്ഥ. കാരണം ഇവർ ഇസ്ലാമിൻ്റെ വലിയ പ്രൊട്ടക്ടറൊക്കെ ആയിട്ട് പോകും, മറ്റൊരു ചോദിക്കും നിങ്ങളാരാന്ന് ചോദിക്കും. ഇനി ഇവർ പ്രൊട്ടക്ടറായിട്ട് ഇവർക്ക് ഉള്ളത് നോക്കി, ഇവരെ കാര്യത്തിൻ്റെ കാര്യം നോക്കി വേണമെങ്കിൽ ഷിയ രാജ്യങ്ങളുടെ കാര്യം നോക്കിയിട്ട് ഇടപെട്ടാൽ മതി. ഇത് ബേസിക്കലി പലസ്തീൻ വിഷയം സുന്നികളും ഇവരും തമ്മിലുള്ള പ്രശ്നമാണ്. സുന്നികളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവരെ തമ്മിൽ അങ്ങ് തീർത്തോട്ടെ. ഇപ്പോൾ സുന്നി രാജ്യമായ സൗദി അറേബ്യക്കില്ലാത്ത എന്താണ് ഇവർക്ക്? ഇത് അയാത്തുള്ള ഖുമാനിയുടെ പ്രാന്താണ്. അയത്തുള്ള ഖുമാനി പറഞ്ഞിരിക്കുന്നത് പ്രതികാരം ചെയ്യണം. അതായത് ന്യൂയോർക്ക് ടൈംസിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അയത്തുള്ള ഖുമാനി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, പ്രതികാരം ചെയ്യൂ, നശിപ്പിക്കൂ, നമുക്ക് കയറി അടിക്കാം. അയാത്തുള്ള ഖുമൈനി ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതാണെങ്കിൽ ശരി, അവിടെ കിടന്നുണ്ട്. ഇസ്രായേലുകാർ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ആക്ട് ചെയ്യാൻ തുടങ്ങി അവർ തിരിച്ച് ആക്ട് ചെയ്യും. ആക്ട് ചെയ്താൽ പിന്നെ ഒരു കത്തിയിട്ടത് അവിടെയുള്ള ഇസ്ലാമിക ഭരണകൂടം നശിക്കുന്നതാണ് നാട്ടുകാർക്ക് നല്ലത്. പക്ഷേ ആ യുദ്ധം ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഒരുപാട് പാവങ്ങൾ, അതാണ് എൻ്റെ കൺസേൺ. സദ്ദാം ഹുസൈൻ മരിച്ചാൽ എനിക്കൊരു വിഷമമില്ല. പക്ഷേ സദ്ദാം ഹുസൈൻ മരിക്കുന്ന ആ മരണത്തിലേക്ക് നയിച്ച ആ യുദ്ധങ്ങളിലൂടെ ഒരുപാട് പാവങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ മരിച്ചതിൽ വിഷമമില്ല. എനിക്ക് എന്ത് വിഷമം? അയാൾ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കൊന്ന ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ഇത് അമേരിക്കയുടെ കയ്യിൽ പാവമായിരുന്നു. പിന്നെ ഏകാധിപത്യ അവസാന കാലത്ത് അമേരിക്ക തന്നെയല്ലേ അദ്ദേഹത്തെ? അതന്നെ. പിന്നെ അമേരിക്കയായിട്ട് തെറ്റി, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് അധികാര കൊതി മൊത്തപ്പോൾ അമേരിക്കയായിട്ട് തെറ്റി. അപ്പോൾ അമേരിക്ക വന്നിട്ടാണ് ഇറാൻ ആക്രമിച്ചത്. അതായത് നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് വോട്ട് ബാങ്ക് അനുസരിച്ചും പത്രങ്ങൾക്ക് റേഡേഴ്സിനെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഇറാഖിൻ്റെ സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിലൊക്കെ അമ്മാൻ നിലപാട്, എനിക്ക് ആ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ നിലപാടുള്ള ആളാണ്. മനസ്സിലായില്ലേ? അയാൾ നിങ്ങളിവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് അവിടെ പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്ക്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഇയാളെ പറ്റി പറയുന്നു. ഇയാൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ആദ്യം കൊന്നത്. മനസ്സിലായില്ലേ? ഇയാൾ അങ്ങേറ്റം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഈ സദ്ദാം ഹുസൈൻ. ഈ അമേരിക്ക സമാധാനം കൊണ്ടുവരാനാണ്, ജനാധിപത്യം കൊണ്ടുവരാനല്ല അവർ ആക്രമിച്ചത്. അവർക്ക് അവരുടെ താല്പര്യങ്ങളായി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്തിരി ആളുകളെ കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷേ സദ്ദാം ഹുസൈൻ ആ ജനതയോട് എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അയാൾ വെച്ച് ഒഴിഞ്ഞു പോകേണ്ടിയിരുന്നു. അങ്ങനെ സമാധാനപരമായിട്ടുള്ള എന്തെങ്കിലും പരിവർത്തനം വരും. അവിടെ ഷിയാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇയാൾ ആയിരുന്നല്ലോ. ഷിയ ഭൂരിപക്ഷ രാജ്യ ഇറാഖ്. അയാൾ ഒഴിഞ്ഞു പോവുകയും അങ്ങനെയാണെങ്കിൽ അയാൾ യുദ്ധ കുറ്റവാളി, അയാൾ അമേരിക്ക വെറുതെ വിട്ടേക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അവർക്ക് വേണ്ടത് അവരുടെ ഭരണകൂടമാണ് അവിടെ. അങ്ങനെ ആയിരുന്നു എന്ത് സംഭവിക്കുന്നത്? ഈ എത്ര പാവങ്ങളാണ് ബോംബിൽ മരിച്ചത്. ആ പാവങ്ങളാണ് പിന്നെ സിറിയയിലേക്ക് കൂടിയത്. പിന്നെ സിറിയയിൽ IS എന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പോരാട്ടം നടന്ന സമയത്ത് ഇവർ മെഡിറ്ററേനിയൻ അറ്റ്ലാന്റിക്കൊക്കെ ക്രോസ് ചെയ്ത് അമേരിക്കയിലേക്ക് പോയി, അല്ല യൂറോപ്പിലേക്ക് പോയി. അവിടെ കടലിൽ എത്ര കുട്ടികളൊക്കെ മരിച്ചിട്ട് കടൽത്തീരത്ത്, ഈ ബോട്ട് അപകടത്തിൽ മരിച്ചിട്ട് കടൽത്തീരത്ത് അടിയുന്ന നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഇറാഖിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അതും കൂടെ ചോദിച്ചങ്ങ് അവസാനിപ്പിക്കാം. ഈ സദ്ദാം ഹുസൈൻ്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിച്ചതിന് ശേഷമല്ലേ ഈ ലോകമെമ്പാടും ഇതുപോലെ IS തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള തീവ്രവാദി ഗ്രൂപ്പ്, മറ്റേത് അങ്ങനെ വ്യാപകമായി ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ലോകമെമ്പാടും ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് മാറിയത്
അദ്ദേഹത്തിൻ്റെ മരണശേഷമല്ലേ? രണ്ട് കാര്യം ഞാൻ പറയുന്നതാണ്. സദ്ദാം ഹുസൈൻ അമേരിക്കന് മുന്നേ അയാൾക്ക് പിടിച്ചേക്കാൻ പറ്റും. അയാളുടെ കയ്യിലുള്ള സോവിയറ്റ് കാലഘട്ട സ്കഡ് മിസൈലും F-29 അമേരിക്ക ആദ്യം അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിൽ ഈ പിന്നെ ഇതുണ്ടായിരുന്നു, അവരുടെ സ്റ്റെൽത്ത് വിമാനമുണ്ട് 5th ജനറേഷൻ. അതിനുശേഷം രണ്ടാമത് ആക്രമിക്കുന്ന സമയത്ത് അവരെ F-22 ഒക്കെ അവർ ഇറക്കിയിരുന്നു. എന്ന് വെച്ചാൽ 5th ജനറേഷൻ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള പിന്നെ വിമാനങ്ങളൊക്കെ ഇറക്കി. അമേരിക്കന് പിടിച്ചേക്കാൻ പറ്റുന്ന അയാൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അയാൾ വെച്ച് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഇത്തിരി ആളുകൾ കൊല ചെയ്യപ്പെടില്ലേ, അയാളുടെ കുടുംബത്തെ അധികാരം നഷ്ടപ്പെടുകയുള്ളൂ. അയാൾ ചിലപ്പം കുറച്ച് നേരം ജയിലിൽ കിടന്ന് പർവേസ് മുഷറഫിനെ പോലെ അമേരിക്കയിലെ പോയി സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട്. ഇതെന്താ സംഭവിച്ചത്? ഒരു ജനതയെ മൊത്തം അയാൾ ബോംബിടാൻ വിട്ടുകൊടുക്കുകയാണ്. എത്ര ക്രൂരമായിട്ട് ജനങ്ങൾ മരിച്ചെന്ന് പറയും. അയാൾക്ക് ഇസ്ലാമിനോടോ അല്ലെങ്കിൽ ആ നാടിനോടോ എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അയാൾ അതല്ല ചെയ്യണം. ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കണം. ഇവിടെ അമേരിക്കനോട് പിടിച്ചേക്കാൻ ശേഷിയുള്ള ഏത് രാജ്യത്തിനുള്ളത്? നിങ്ങൾ വിയറ്റ്നാമിൽ ജയിച്ചു എന്നൊക്കെ പറയും. വിയറ്റ്നാമിൽ എന്താ സംഭവം? വിയറ്റ്നാമിൽ യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അവിടുത്തെ അന്ന് അമേരിക്ക ടെക്നോളജി മാത്രം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രത്യേക പരിസ്ഥിതി ഒരുപാട് അമേരിക്കക്കാർ മരിക്കുന്നു. അമേരിക്കയിൽ ഈ ശവപ്പെട്ടികൾ പട്ടാളക്കാരുടെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ കുടുംബങ്ങൾ പ്രക്ഷോഭം തുടങ്ങി. മാത്രമല്ല അന്ന് അവിടെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ശക്തമായിരുന്നു, അവരും പ്രക്ഷോഭം തുടങ്ങി. അമേരിക്കയിലെ ജനങ്ങളുടെ താല്പര്യപ്രകാരം യുദ്ധം അവസാനം. അതിന് അമേരിക്കയ്ക്ക് ഒരു ആറ്റം ബോംബ് ഇട്ട് തീർക്കാൻ പറ്റാവുന്ന യുദ്ധം അവിടെ ഉള്ളൂ. നിങ്ങളിത് ആദ്യം മനസ്സിലാക്കണം. ഈ പാവങ്ങളായി അമേരിക്കക്കെതിരെ പറഞ്ഞു വിടുമ്പോൾ വെറുതെ അവരുടെ ഇരയായി പോയാൽ അങ്ങനെ എത്ര ആളുകളാണ് മരിച്ചത്. എന്നിട്ട് ഇയാൾ അന്ന് സമാധാനപരമായി കഴിഞ്ഞിട്ടുണ്ട്. മാലിക്കിൻ്റെ ഗവൺമെൻറ് വരും. മാലിക്കിൻ്റെ ഗവൺമെൻറ് ഇയാളെ പട്ടാളക്കാരെ കൂടി അതിൽ ഇന്ത്യക്ക് ചെയ്യും. അപ്പം ഈ പട്ടാളത്തിന് ആർമറിയിൽ നിന്നുള്ള ആയുധങ്ങളൊന്നും ചോദില്ല, പട്ടാളക്കാർക്ക് തൊഴിലില്ലാതാവില്ല. ഇത് സദ്ദാം ഹുസൈൻ്റെ പട്ടാളക്കാർക്ക് തൊഴിലില്ലാതെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അവരാണ് പിന്നെ IS-ന് സപ്പോർട്ട്. IS-ന് ഉണ്ടാക്കിയത് ആരെ? ബേസിക്കലി IS-ന് ഉണ്ടാക്കിയത് ഈ ഇത് ഒന്നുകിൽ പിന്നെ ഈ മൊസാദായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതോ ഫോഴ്സാണ്. കാരണം IS ചെയ്തു കൂട്ടിയതൊന്നും ഇസ്ലാമിനെ ഇറക്കുന്നതല്ല. മനസ്സിലായില്ലേ? അവർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് മുസ്ലിങ്ങളെയാണ്. അപ്പോൾ മുസ്ലിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവരിങ്ങനെ അല്ലല്ലോ ചെയ്യുക. അപ്പോൾ അവരെ വ്യാപാരം ഉണ്ടാക്കിയതാണ് അവിടെ ഈ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. അതിന് കാരണക്കാരായ സദ്ദാം ഹുസൈൻ്റെ വീഴ്ചയാണ്. അപ്പോൾ സദ്ദാം ഹുസൈൻ ചെയ്യേണ്ടത് മുൻകൂട്ടി കണ്ടിരുന്നു. ഗദ്ദാഫി ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ശത്രുവിനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അവനവൻ്റെ നാഷണൽ സെക്യൂരിറ്റി, നാഷണൽ ഇൻട്രസ്റ്റ് നോക്കി അങ്ങ് ജീവിച്ചു പോയാൽ മതി. അല്ലാതെ മറ്റു സ്ഥലത്തെ കൈയിടുമാണ് ഈ പ്രശ്നം ഉണ്ടാവും. ആ ജനതയ്ക്ക് മൊത്തം ദുരിതമായിട്ട് മാറും. ഇറാൻ ഇയാൾ ഈ ഭ്രാന്ത് കാണിച്ച് അവരെ കയറി തല്ലി കഴിഞ്ഞാൽ ഈ ഇവനെ കൊണ്ടുവച്ച് ഈ ഹമാസിനെ കൊണ്ടുവച്ച് അവിടെ ആഘോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ യാസർ അറാഫത്തിനെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇവിടെ വന്നിട്ട് ബോംബ് ഇട്ട് ചെയ്തോ? അമേരിക്കയിൽ പോയിട്ടുണ്ട്. ഇസ്രായേൽ UN പോയി ബോംബ് ചെയ്തോ? ഇല്ലല്ലോ. ഇറാനിൽ ബോംബ് ഇല്ല. ഇവൻ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. അതുകൊണ്ടാണ് കുറച്ച് ആളുകൾ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നടന്ന് വിചാരിച്ചിട്ട് അവൻ തീവ്രവാദി അല്ലാതാവുമോ? സ്വന്തം ജനതയ്ക്ക് ദുരിതത്തിൻ്റെ തീമയ സമ്മാനിക്കുന്ന മതദ്രോഹിയാണ് അവൻ. അതപ്പം കണ്ടുകൊണ്ടിരിക്കുക. ആദ്യം ശത്രുവിനെ മനസ്സിലാക്കണം. ഓക്കെ.